കൂടെ അടിപൊളി. 20 രൂപ. ഇതാ പിടിച്ചോ. എന്നാണ്ടായിരുന്നു സർവത്ത്? ഒന്നും പറയല്ല, സൂപ്പർ. സൂപ്പറായില്ല പിന്നല്ലാണ്ട്. എനിക്ക് കൂടി ഒരെണ്ണം മേടിച്ചു തരുമോ? എന്തിനാണ്? അല്ല എനിക്ക് കുടിക്കാനായിട്ട്. അത് ചേട്ടൻ്റെ കടല്ലേ, ചേട്ടൻ്റെ അടുത്ത് കുടിച്ച് പോരെ. അതുപോലെ അപ്പൊ കാശാര് കൊടുക്കും. ഒന്ന് പോയാട്ട് തമാശ അറിയണ്ടല്ല. പിന്നെ ഒരെണ്ണം മേടിച്ചു തന്നിട്ട് കൂടാ. പിന്നെ ഒരു സർവത്ത് കുടിച്ചിട്ടോ. അയ്യോ, ബ്രേക്ക് സ്വല്പ കുറവാണ് ഇനെ. നീ ഒരു നല്ല കുലുക്കി സർവത്ത് എടുത്താടാ. ശരിയായിട്ടാണ് കുടിച്ചേ. എപ്പൊ കുലുക്കി വെച്ചതാ ഇത്? ഇപ്പൊ കുലിക്കതാ, നിങ്ങളെ കണ്ടപ്പോ കുലിക്കതാ. കശേഷൊക്കെ കുറവാകട്ടെ ഇതില്. ഇല്ല എല്ലാം എന്റെ ചെരുവൊക്കെ കറക്റ്റ് ആയിരിക്കുള്ളൂ. നല്ലോണം ഉപ്പിട്ടിട്ടുണ്ട് അല്ലേ? ഉപ്പും ഇഞ്ചി എല്ലാം ഉണ്ട്. എല്ലാം ഉണ്ട്. ഇഞ്ചി, പച്ചമുളക്, ഉപ്പ്, എല്ലാ സാധനങ്ങളും ഉണ്ട്. അടിപൊളി. നിന്റെ പൈസ നമ്മള് ചേട്ടൻ്റെ അടുത്ത് ഞാൻ പൈസ മേടിക്കണം, അത് ശരിയാവൂല. എടാ നീ സാധനം തന്നെയല്ലേ കാശ് വാരി. അത് വേണ്ട, നമ്മള് തമ്മിൽ എന്നോട് കാണലാണ്. നിങ്ങളാലും നീ ഒരു ബിസിനസ്സുമായിട്ടിരിക്കുന്നല്ലേടാ. അതല്ല, നിങ്ങളോട് ഞാനൊരു സർവത്തിന്റെ കാശ് മേടിക്കാന്ന് പറഞ്ഞാൽ ഞാൻ മോശക്കാരനായി പോവില്ലേ? അതിലൊന്നും കഥയില്ല, നമ്മൾ ജീവിക്കാൻ വേണ്ടി തുടങ്ങിയിരിക്കുന്ന. അതൊന്നും കുഴപ്പമൊന്നുമില്ല. ഇത് മീനെന്താണ് സംഭവം? നല്ല ഒന്നാന്തര സാധനമാണ്, പിടയ്ക്കുന്ന സാധനം കിടക്കുന്നത്. പിടക്കണ മീനാണ്. കണ്ടാ, വേറെ ചെറുതുണ്ട്, ചാളയൊക്കെ ഉണ്ട്. ഒന്നുപോലും പിടക്കണില്ല. ഇത് പിടിച്ചപ്പോ നല്ല പിടപ്പായിരുന്നു. ചിലപ്പോ റെസ്റ്റ് എടുക്കുമായിരിക്കും. കുറെ നേരം പിടച്ചടിയുമ്പോഴേ മീനാണെങ്കിൽ ഒരു ക്ഷീണം വരുമല്ലോ. ചാള എടുത്തു. എനിക്ക് ചാള വേണ്ട. ചാള ഒരു ശകലം ഉടവുണ്ട്. ഒരു കാര്യം ചെയ്യുന്നേ, നീ തുറന്നു കൊണ്ടുവെക്കും. ഉഗ്ര സാധനം ഇത്. ഇതേ കുടംപുളി ഇട്ടിട്ടുണ്ടല്ലോ, വറുത്തരിച്ച് നല്ല മല്ലിയും മുളകും ഒക്കെ ചേർത്ത് കടുവൊക്കെ പൊട്ടിച്ച് അങ്ങ് കിടുക്കാൻ സാധനം. എത്രയാണ് പൈസയോ? ഇതിനോ? അതെന്നാ പരിപാടിയാടാ ഇത്? എന്താണ് നിന്റെ അടുത്ത് ഞാൻ കാശ് വാങ്ങിക്കാനോ? നീ ഇപ്പൊ കുലുക്കി സർവത്ത് വന്നിട്ട് എന്റെ അടുത്ത് കാശ് വാങ്ങിച്ചോ? അത് നമ്മൾ തമ്മിലുള്ള ഇരിപ്പ് വശം. അതേപോലുള്ള ബന്ധമാണ് ഇതും. നമ്മൾ തമ്മിലുള്ള ആ ഇരിപ്പ് വശത്തിൽ ഞാൻ നിന്റെ മീന്റെ പൈസ വാങ്ങിക്കുന്നത് ശരിയല്ല. അത് ശരിയായൊരു നടപടിയല്ല. അതാണ് പറഞ്ഞത്, നല്ല കുടംപുള്ളി ഇട്ട് വെച്ചാൽ ഉഗ്രം മീനാണത്. അങ്ങനെ റയറായിട്ട് കൊടുക്കുന്ന സാധനമൊന്നുമല്ല. അയ്യോ ആക്സിഡന്റ്! അയ്യോ ഇല്ല ഇല്ല, ഞാൻ പിടിക്കാം. എന്നാ പറ്റിയ മോളെ ഇത്? നീ പിടിക്കടാ. എന്നെ കാലിന് വല്ലതും പറ്റിയോ? ആശുപത്രി കൊണ്ടോ? കാലിന്റെ അടി പോയല്ലേ? എന്തൊരു കഷ്ടമാണ്. ശ്രദ്ധിച്ചൊക്കെ വരണ്ട ചേട്ടാ. നിങ്ങൾ എന്ത് മനസ്സിലാണ്? ഞാൻ കൈ കാണിച്ചത് അങ്ങോട്ട് മാറി, ഇങ്ങോട്ട് വരല്ലേ ഞാൻ പറഞ്ഞാണ്. ചേട്ടാ റോങ് സൈഡ് കയറിയല്ലേ ചേട്ടാ വന്നത്? റോങ് സൈഡ് നിങ്ങൾ എന്നെ നോക്കി പോലില്ല. പിന്നെ എന്തിനാ നിങ്ങൾ റോങ് സൈഡ് നിങ്ങൾ പറയുന്നത്? അത് നിങ്ങളെ നോക്കിയാണോ ഞാൻ വണ്ടി ഓടിക്കുന്നത്? ഞാൻ റോഡ് നോക്കിയല്ലേ വണ്ടി. നിങ്ങൾ ആ തുണിക്കടയെ നോക്കിയിട്ടാണ് നിങ്ങൾ വണ്ടി ഓടിച്ചോണ്ട്. നിങ്ങൾ പെണ്ണുങ്ങൾ മൊത്തം ഇതാണ്, നിങ്ങൾ വണ്ടി ശ്രദ്ധിക്കാറില്ല. നിങ്ങൾ വേറെ എന്തൊക്കെയോ നോക്കിയാണ് നിങ്ങൾ ഓടിക്കുന്നത്. ചേട്ടാ ആവശ്യമില്ലാത്ത കാര്യം പറയരുത് കേട്ടോ. ഞാൻ കറക്റ്റ് ആയിട്ടുള്ള വേദന തന്നെ വന്നത്. ഞാൻ തെറ്റിക്കോ? ഞാൻ തെറ്റിക്കുന്ന ആളല്ല. ഞാൻ ഞങ്ങളുടെ നാട്ടിൽ വന്ന് തിരക്കിയാൽ മതി. കറക്റ്റ് അങ്കിള് കണ്ടല്ലേ? അങ്കിളോ? ഏട്ടൻ കണ്ടല്ലേ? കണ്ടല്ലേ? ഈ കൊച്ചിന്റെ പേരിൽ വലിയ തെറ്റൊന്നുമില്ല. നീ ശ്രദ്ധിക്കാണ്, നീ ഓവർ സ്പീഡായിരുന്നു. ഇല്ലടാ, ഇവൻ കറക്റ്റ് മാന്യമായിട്ട് ഞാൻ കണ്ടോ, മാന്യമായിട്ട് വരുമായിരുന്നു. മാന്യമായിട്ട് വന്നപ്പോ ഈ പെണ്ണ് വേറെ എങ്ങോട്ടൊക്കെ നോക്കി ഓടിച്ചോണ്ട് വന്ന് പെണ്ണിനെ കണ്ണു കാണിയല്ല. ഇപ്പൊ തന്നെ എന്നെ കണ്ട അങ്ങളെന്നല്ലേ വിളിച്ചത്? എനിക്ക് പ്രായത്തിൽ മൂത്തവരെ കണ്ട എങ്ങനെ വിളിക്കേണ്ടത്? നീ ഏളെ വിളിക്കാൻ ഞാൻ? അത് ആ ചേട്ടന്റെ പ്രായമേ ഉള്ളൂ. നല്ല പ്രായമുള്ള അതിന്റെ മേക്കപ്പ് ചെയ്ത് ഇറങ്ങിയിരിക്കുക. ഞാൻ ഒരു ദിവസം പറയട്ടെ, വ്യക്തമായിട്ട് ഞാൻ കണ്ടാണ് ഈ കുട്ടിയുടെ പേരിൽ ഒരു തെറ്റൂല. അല്ലടാ, ആ പെണ്ണിന്റെ ഭാഗത്താ തെറ്റി. ഇവൻ ഭയങ്കര ഡീസന്റ് ആയിട്ട് ഒരു 30-40 മൈൽ സ്പീഡിലാവും. അവൻ ഓവർ സ്പീഡായിരുന്നു. ചുമ്മാ നീ പോ, വേറെ വല്ല പണി. നീ എങ്ങനെ കാണുന്നത്? ഞാൻ ഇവിടെ നിന്ന് കണ്ടോണ്ടിരിക്കുന്നതല്ലേ. ഈ കൊച്ചിനെ കുറ്റം പറയാൻ പറ്റും? ആ കൊച്ചിനെ ഞാൻ കുറ്റം പറയുള്ളൂ. ആ കൊച്ചി റോങ് സൈഡ് ആണ് കയറി വന്നത്. ഇവൻ ഇൻഡിക്കേറ്റർ അല്ലേ? ഞാൻ കൈ കാണിച്ചു, ഇങ്ങനെ മാറിക്കോളം പറഞ്ഞു. നീ കൈ കാണിച്ചിട്ട് കാര്യമുണ്ടോ? നീ ഇവിടെ ശ്രദ്ധിച്ചു പോകണോടാ. നീ എന്ന് പറഞ്ഞ ആ പെണ്ണ് റോട്ടിൽ ഇറങ്ങിയാൽ ഇത് എന്നാന്നറിയോ? ഇവർക്ക് പറ്റുന്ന പ്രശ്നം എന്നാന്നറിയോ? ഡ്രൈവിംഗ് പഠിക്കാൻ ചെല്ലുന്നിടത്ത് ആശാൻ പറയും, നിങ്ങൾ നടുക്കൂടി അങ്ങ് പൊക്കോണം, വരുന്ന വണ്ടി വേണേ അവർ കയറി ശ്രദ്ധിക്കാത്തോണ്ടാണ്. ചേട്ടൻ ഇങ്ങനെ കുലുക്കി അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയല്ലേ വണ്ടി ഓടിച്ചത്? നിങ്ങൾ അയാളെ
അയാളെ കുറ്റം പറയണ്ട. അത് നീക്കെന്താണ് അയാളുടെ സൈഡ് പിടിക്കട്ടെ? അല്ല അവൻ മാന്യമായിട്ട് ഓടിച്ചോണ്ട് ഞാൻ അവന്റെ സൈഡ്. ഈ കുട്ടി ഒരു തെറ്റ് ചെയ്തിട്ടില്ല, ഞാൻ പറയുന്നു. ഈ പെണ്ണാണ് തെറ്റ് ചെയ്ത്, ഇവൻ മാന്യമായിട്ടാണ് ഓടിച്ചത്. ഞാൻ കണ്ടാണ്. ആവശ്യമില്ലാത്ത വർത്താൻ പറയരുത്. നീ തോണ്ടി പറഞ്ഞു എന്നതിനാ? എനിക്ക് അത് കാര്യം പറയാനുണ്ട്. കാര്യം പറയുമ്പോ പിന്നെ ഞാൻ ന്യായത്തിന്റെ വർഷത്തെ ഞാൻ ന്യായത്തിന്റെ ഭർത്താവ്. നീ എവിടുത്തുകാരനാടാ? അല്ല പിന്നെ അവൻ പറയുന്നത് നിന്റെ ഭാഗത്ത് ന്യായം ഉള്ളതുകൊണ്ടാണ് ഞാൻ നിന്റെ അടുത്ത് ന്യായം തന്നെ. എന്ത് കാര്യം നീ പറയുന്നത്? എന്നെ കാര്യം പറഞ്ഞു. നിങ്ങൾ എന്നും കാണുന്നവരല്ലേ? നിങ്ങൾ തമ്മിൽ ഞങ്ങൾ തമ്മിൽ സംസാരിച്ചോളാം. എല്ലാത്തിനും ഒരു ന്യായം. നിങ്ങൾ എന്നും കാണുന്നവരെ ഞാൻ എന്താ ഞാൻ പറഞ്ഞത്? നിങ്ങൾക്ക് എവിടെ ഞാൻ എന്റെ എന്താ ചെയ്യാതെ ചേട്ടൻ ചെയ്ത് തെറ്റാണെന്ന് എനിക്ക് ഒന്ന് പറഞ്ഞു തന്നാ മതി, അല്ലാതെ എനിക്ക് ഒരു പ്രശ്നമില്ല. ഞാനത് ഏക്കാം മാത്രമേ ഉള്ളൂ. പക്ഷെ നിങ്ങളുടെ ഭാഗത്താണ് അതിന്റെ ശരിക്കുള്ള റിയൽ സംഭവം. ഇതാണ് സമ്മതിക്കാതെ. ചേട്ടൻ തെറ്റ് ചെയ്തു കേട്ടാ. ചേട്ടൻ റോങ് സൈഡാണ്. മുഴുവൻ വണ്ടി ഓടിക്കാൻ തെറ്റാണ്. നിങ്ങൾ ശ്രദ്ധിക്കാറില്ല, എപ്പോഴും ഓവർടേക്ക് ചെയ്യുന്ന എല്ലാം നിങ്ങൾ ശ്രദ്ധിക്കാതാണ്. അതൊക്കെ ഇപ്പൊ ഞാൻ ചോദിക്കും, നിങ്ങൾ എവിടെയാണ്? ഞാൻ വന്ന് നിങ്ങൾക്ക് വീട്ടിൽ വന്ന് സംസാരിക്കാം, അല്ലെങ്കിൽ വണ്ടി ശരിയാക്കി. എവിടെ വീട് എവിടെയാണ്? വീട് ഇവിടുന്ന് രണ്ടാമത്തെ വളവിന്. കൃഷ്ണന്റെ മോള്. കൃഷ്ണചേട്ടന്റെ മോളാണോ? കൃഷ്ണചേട്ടന്റെ മോള് അച്ഛനെ അറിയോ? എനിക്കറിയാം. അപ്പൊ ഈ അടൂര് നമ്മുടെ കല്യാണത്തിന് എന്റെ ചേച്ചി ബിന്ദുന്റെ എന്റെ അപ്പച്ചയുടെ മോനാണ് കെട്ടിയേക്കുന്നത്. ആണോ? അപ്പൊ രമണിയമ്മയുടെ രമണയുടെ മോനാണ്. അയ്യോ, ഗുജറാത്തിലെ ഞാൻ ബാംഗ്ലൂരിലായിരുന്നു, ഹോട്ടൽ മാനേജ്മെന്റ്. കുറെ നാളായിട്ട് ഞാൻ ഇവിടെ കല്യാണത്തിനില്ലായിരുന്നു. ഞാനിപ്പോ 2 ദിവസമായുള്ളൂ വന്നിട്ട്. അപ്പൊ അമ്മയുടെ അടുത്ത് പറഞ്ഞു, ഇപ്പൊ ഈ ബിന്ദുവിന്റെ കല്യാണം കഴിഞ്ഞു. ബിന്ദുവിന്റെ അനിയത്തി ഒരാളുണ്ട്, സിന്ധു എന്നാണ് പേര്. സിന്ധു എനിക്ക് പറ്റിയ ആളാണ്. അങ്ങനെ എന്നോട് അമ്മ അങ്ങനെ പറഞ്ഞു. അപ്പൊ എന്നാ വീട്ടിൽ നിർത്താൻ നമുക്ക്, അതാ നീ ഒന്ന് പോയി കാണാന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ അങ്ങനെ നിങ്ങളുടെ വീട്ടിലോട്ട് വന്നാണ്. അതെ, ഒരു കാര്യം, നമുക്കൊരു ഐസ്ക്രീം കഴിച്ചിട്ട് നമുക്ക് സംസാരിച്ചാൽ കുഴപ്പമില്ല. നമ്മളാരായി അവര് കൂടിയപ്പോ കൂടി അവര് ബന്ധുക്കളാ. അവര് ബന്ധുക്കള് വല്ല കാര്യമുള്ള കാര്യമാണോ? അവര് രണ്ടുപേരും വണ്ടി ഇടിച്ച്. നമ്മ എത്ര വർഷമായിട്ട് നമ്മള് തമ്മിൽ കാണുന്നത്? സത്യം ഞാനത് ആലോചിച്ചില്ല. ചുമ്മാ ഇതാണ് പറഞ്ഞത്, വഴി നടക്കുന്ന ഒരു പ്രശ്നങ്ങൾക്കും ഇടപെടാൻ പാടില്ല. ലാസ്റ്റ് പറഞ്ഞു വരുമ്പോ നമ്മ കുറ്റക്കാരാവും. സത്യം അത്. എന്നാലും ഞാൻ പറയുക കേട്ടോ, അവൻ ഭയങ്കര ഡീസന്റ് ആയിട്ടാ ബൈക്ക് ഓടിച്ചോണ്ട് വന്നത്. ഈ പെണ്ണാണ് പ്രശ്നം ഉണ്ടാക്കിയത്. ചേട്ടൻ കാണാണ്ടാണ്. അല്ല നീ നോക്ക്, അവളുടെ വണ്ടി ഇപ്പൊ കിടക്കുന്ന തന്നെ റോങ് സൈഡാ. അല്ല ചേട്ടൻ കാണാണ്ടാണ്. അവള് വളരെ മാന്യമായിട്ട് 20 സ്പീഡിലാണ് അവള് വന്നത്. ഇവൻ ഭയങ്കര സ്പീഡായിരുന്നു. ഇല്ലടാ, ഞാൻ ഇവിടെ നിന്നല്ല, അവൻ ഇവിടെ നിന്നല്ലേ വന്നത്. ഞാൻ കണ്ടോണ്ടിരിക്കില്ല, അവൻ പതുക്കെയാണ് അവൻ വന്നത്. ചേട്ടൻ കണ്ടതുപോലെ ഞാനും കണ്ടു. അവളാണ് തെറ്റുകാരി. അവളല്ല അവനാണ് തെറ്റുകാരി. നീ ഇപ്പൊ പറയാൻ കറക്റ്റ്, അവളാണ് തെറ്റുകാരി. അത് എനിക്ക് അറിയാണ്ട് വന്നതാണ്. ന്യായത്തിന്റെ പക്ഷത്തെ ഞാൻ നിൽക്കുള്ളൂ. നീ ന്യായത്തിന്റെ അല്ലേ, നീ പെണ്ണുങ്ങളുടെ പക്ഷത്തെ എനിക്കത്തുള്ളൂ. പെണ്ണുങ്ങളെ പണ്ട് തൊട്ടേ നിനക്കുള്ള ശീലമാണ്. ആവശ്യമില്ലാത്ത നിനക്ക് പണ്ട് തൊട്ടേ പെണ്ണുങ്ങളെ കാണുമ്പോൾ ഒരു ഇളക്കം ഉള്ളതാ. ആ ഇളക്കമാണ് ഇപ്പൊ അവളുടെ മുമ്പിൽ നീ കാണിച്ചത്. അത്രേ ഉള്ളൂ. നിനക്ക് ഇളക്കവാടാ, നിനക്ക് ഇളക്കമുണ്ട് പെണ്ണുങ്ങളെ കാണുമ്പോ. ചുമ്മാ നിന്റെ കെട്ടികൾ വേറൊരുത്തരുടെ കൂടെ ഓടിച്ചു. നിന്റെ കെട്ടികൾ പിന്നെ ഓടിപ്പോയതോടാ. നിന്റെ കെട്ടികൾ മറ്റവന്റെ കൂടെ ഓടിപ്പോയതോ? അവിടെ റബ്ബർ ടാപ്പിന് വന്നവന്റെ കൂടെയാണ് അവളെ ഓടിപ്പോയത്. വെറുതെ എന്നെ കൊണ്ട് വിശേഷങ്ങൾ പറയിപ്പിക്കില്ല. വിശേഷം പറഞ്ഞാൽ നീ എന്നാ ചെയ്യുന്നേ? നിന്റെ അച്ഛൻ മേടിച്ചാ കൊടുക്കാറുണ്ടാ? നിന്റെ അച്ഛൻ മേടിച്ചാ നിന്റെ അച്ഛൻ ചത്തുപോയില്ലടാ. എന്റെ അച്ഛൻ ചത്തുപോയടാ. നിന്റെ അമ്മ തലക്കടിച്ച് വന്നതല്ലേ? അല്ലടാ, തെങ്ങുമേന്ന് വീണാ. തെങ്ങുമേന്ന് വീണ തലക്കടിച്ച് വന്നാടാ. ആവശ്യമില്ലാത്ത വർത്താനം പറഞ്ഞാൽ എന്നെ ഇവിടെ അത് കൊള്ളാം. ഈ ചില ഐസ്ക്രീം എന്ന് പറഞ്ഞാൽ ഈ നല്ല ഐസ്ക്രീം നല്ല ഭയങ്കര ഇഷ്ടം. പക്ഷെ അവിടെ ഇല്ല. ഇവിടെ നല്ല ഉഗ്ര സർബത്താണ്. ഇടുക്ക സർബത്ത് കിട്ടുന്ന കടയാണ്. അയ്യോ, ഇവിടെ ഒരു കടയുണ്ടായിരുന്നു. ചേട്ടാ ഇവിടെ ഒരു കടയുണ്ടായിരുന്നല്ലോ, സർബത്ത്, കുലുക്കി സർബത്ത് വിൽക്കുന്ന ഒരു കട. നിങ്ങളൊന്നും അറിഞ്ഞില്ലേ? ഇല്ല. ഇവിടുത്തെ ഈ സർബത്തടക്കാരനെ ഒരു മീൻകാരനെ ഓടിച്ചിട്ട് കുത്തി. ആളിപ്പോ സീരിയസാ. നീ നാളെ എങ്ങാനും ചത്ത് കഴിഞ്ഞാൽ ചിലപ്പോ ഹർത്താലായിരിക്കുള്ളൂ. അല്ല, ഇപ്പൊ കാര്യം എന്തുവാ? എന്തോ ഒരു ആക്സിഡന്റിനെ തർക്കം പറഞ്ഞിട്ടാണ്. ആണല്ലേ? പിന്നെ ആൾക്കാർക്ക് എന്തല്ലേ, എന്തെങ്കിലുമൊക്കെ നിസ്സാര കാര്യം ഉണ്ടാക്കിയിട്ട് ഓരോ പ്രശ്നം ഉണ്ടാക്കി. ചേട്ടാ വീട്ടിലോട്ട് വരുമല്ലേ? ഇല്ല, ഒരു കാര്യം എന്റെ വണ്ടി പോവാം. ശരി അതേപോലെ ഇതിവിടെ കിടന്നിട്ട് ഇത് നമുക്ക് വന്നിട്ട് ഞാനത് റെഡിയാക്കി തന്നപ്പോ ഞാൻ ഹെൽപ്പ് ചെയ്യണം. വേണ്ട, ഞാൻ ഇനിയിപ്പോ ഞാനല്ലേ അങ്ങോട്ട് ഹെൽപ്പ് ചെയ്യാനുള്ളൂ. പക്ഷെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോ ഓവർഫ്ലോ ആയിട്ട് കയറി ഉരുട്ടിയിടം ചേട്ടാ. ഇല്ലില്ല, എന്തല്ലേ ആൾക്കാർ ഇങ്ങനെ തുടങ്ങിയ. അതെ, നിസ്സാര കാര്യത്തിന് ചേട്ടാ ആൾക്കാർ ചുമ്മാ ഹർത്താലും വഴക്കും. ഇതൊക്കെ നിസ്സാര കേസല്ലേ.